നമസ്കാരം. ഞാനൊരു പ്രധാന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ ഒരു യാത്ര പോയിട്ട് വരുമ്പോൾ ഒന്ന് ശ്രമിക്കുന്ന സമയത്താണ് പുറത്തൊരു ബോർഡ് കാണുന്നത്. ആ ബോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയാം, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് ഈ രണ്ട് വിഷയത്തെക്കുറിച്ചാണ്. ഇത് ഒരുപാട് ആളുകളെ അലട്ടുന്ന പ്രശ്നമാണ്. പ്രവാസികൾക്കായാലും ശരി, സ്വദേശികൾക്കായാലും ശരി, പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നമുണ്ട്. എനിക്കും അത്തരത്തിലൊരു പ്രശ്നമുണ്ടായി. കാര്യം അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഈ പുറത്തുള്ള ജോലി തന്നെയാണ്. പുറത്തുനിന്ന് ചായ കുടിക്കുക, വട സംഭവങ്ങളൊക്കെ കഴിച്ച് അത് എണ്ണമില്ലാതെ നമ്മൾ കഴിക്കും പുറത്ത് ആവുമ്പോൾ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു കാരണം എന്നുള്ളത് എനിക്ക് അത് പിന്നീടുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി. അതിന്റെ കാരണം ഞാൻ പറയാം. തടിയൊന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ നടക്കാനുള്ള കാലിന്റെ വേദന, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. തടി കൂടിയതായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചിരുന്നു. എന്നാൽ ഞാനത് ചിലരോട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, നീ കൊളസ്ട്രോളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും, കാര്യം അതായിരിക്കും, ടെസ്റ്റ് ചെയ്തിട്ട് കുറെ നാളായിട്ടില്ലേ. അങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ അതൊന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് ഞാൻ മരുന്ന് ഡോക്ടറെ അടുത്തുകൊണ്ട് കാണിച്ചു. ഡോക്ടർ മരുന്ന് തന്നു. അപ്പോൾ ഞാനതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കുന്നു. പുള്ളി പറഞ്ഞ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്ക്, അതിനുശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്കിത് ആലോചിക്കാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ആ ഒരു സത്യസന്ധത പുള്ളിയെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ സാധാരണ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു പുതിയ കസ്റ്റമറെ കിട്ടുന്ന നിലയ്ക്കായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. പുള്ളി ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞത് മാതിരി നടത്തുകയും ഈ പുറത്തുള്ള ഭക്ഷണമൊക്കെ കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ, ആ 3 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് നല്ല വ്യത്യാസം അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഗുളിയൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും കുറവുണ്ടെങ്കിലും കാല് വേദന മാറുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഈ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ചെന്ന് പറഞ്ഞു, ഈ യൂറിക് ആസിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അപ്പോഴത്തെ റിസൾട്ടും യൂറിക് ആസിഡിന്റെ റിസൾട്ട് ഇച്ചിരി ഹൈ ആയിരുന്നു. കൊളസ്ട്രോൾ താരതമ്യേന ഇച്ചിരി കുറവും തന്നെയായിരുന്നു. അങ്ങനെ ഇത് രണ്ടുമായിട്ട് ഞാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഡോക്ടർ റിജിയുടെ അടുത്ത് പോകുന്നു. റിജിയുടെ ഹോമിയോയിൽ പോയി സംസാരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ ദിനചര്യ കംപ്ലീറ്റ് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എല്ലാ കാര്യങ്ങളും, നമ്മൾ ഉറങ്ങുന്നതെപ്പോഴും, എണീക്കുന്നതെപ്പോഴും, എത്ര പ്രാവശ്യം വെള്ളം കുടിക്കും, എവിടെയൊക്കെ പോകുന്നുണ്ട്, വെയിലത്താണോ പിന്നെ തണലത്താണോ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലാക്കും. ആ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ട്രീറ്റ്മെന്റിലേക്ക് പുള്ളി പോകുന്നത്. പുള്ളി പറയുന്ന ആ ഡോസേജ് കംപ്ലീറ്റ് കൃത്യതയോടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കൃത്യമായും നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ എന്തിനാണോ അവിടെ ചെന്നത് അതിനുള്ള ആശ്വാസം പൂർണ്ണമായും കിട്ടും എന്നുള്ളതാണ് എന്റെ അനുഭവത്തിലുണ്ടായത്. അപ്പോൾ ഇത് ഞാൻ എന്റെ കുറെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തു. അവരും ഇതുപോലെ അവിടെ പോയി അവർക്ക് ആ അനുഭവം അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും റെക്കമെൻഡ് ചെയ്യാണ്. കാര്യം നമ്മുടെ ഈ ദൈനംദിനമായിട്ടുള്ള ഇത്തരം അസുഖങ്ങൾ മാത്രമല്ല, കൊളസ്ട്രോൾ, ഷുഗർ, ഇങ്ങനെ മാത്രമല്ല, കുട്ടികളില്ലാത്തവർക്കും അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഞാനത് ആദ്യമായിട്ടാണ്. കാര്യം ഞാൻ എന്റെ അസുഖം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറെ പേരെ റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റു ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഇത്തരം കുറെ കാര്യങ്ങൾ പറഞ്ഞു. കുറെ പേര് 1-2 പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഈ ട്രീറ്റ്മെന്റിൽ ഫലമുണ്ടായി കുട്ടികളുമായിട്ട് ചില രക്ഷകർത്താക്കൾ അവിടെ വന്നിരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ചിലർ പറയാൻ മടിക്കുന്നുണ്ട്. സ്വയമാണ് ചിലർ പറയാൻ മടിക്കുന്നത്. പക്ഷെ ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇങ്ങനെ നിങ്ങളോട് പറയാൻ കാര്യം, ഏറ്റവും മനുഷ്യനിപ്പം അലട്ടുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒക്കെ. ഇതുകൊണ്ടുണ്ടാവുന്ന, ഭാവിയിലുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരീരത്തിനുണ്ടാവും. പക്ഷെ അത് തുടക്കത്തിലേ കളയാൻ നമ്മൾ ശ്രമിച്ചാൽ അതൊക്കെ മാറും എന്നുള്ളതാണ്. പിന്നെ എക്സസൈസ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. പിന്നെ ആഹാരം ക്രമീകരിക്കണം. ഇതൊക്കെ വേണം. എല്ലാം ഒരു റൊട്ടീൻ പോലെ കൃത്യമായി ചെയ്താൽ ഇതൊക്കെ നമുക്ക് കൺട്രോളിലാക്കാം. അതിന് നമ്മളെ സഹായിക്കാൻ ഞാൻ റിജിയുടെ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വിളിച്ച്, പിന്നെ ഇപ്പൊ ദൂരെയുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരിക്കൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്ന് കണ്ടതിന് ശേഷം പിന്നീട് ആ ട്രീറ്റ്മെന്റ് ഇതനുസരിച്ചിട്ട് അവർക്ക് മരുന്ന് അയച്ചു തരുന്ന സംവിധാനമൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. കാര്യം ഞാൻ ചോദിച്ചു, കാര്യം ഞാൻ ഈ കാര്യം പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറഞ്ഞു, ഇല്ല അത് വന്നിട്ട് ഒരു ദിവസം വരണം, എന്തായാലും തീർച്ചയായിട്ടും ഒരു ദിവസം വരണം, വന്നിട്ട് പിന്നെ ഉള്ളത് നമുക്ക് മരുന്ന് പിന്നെ അയച്ചു കൊടുക്കാം, പിന്നെ പറയുന്ന റിസൾട്ട് പിന്നെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ആശ്വാസകരമാകും. കാര്യം ഇത് എന്റെ അനുഭവത്തിലുള്ള കാര്യം ഞാൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഈ ഒരു വീഡിയോ ഗുണകരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്നോടുകൂടി പറയണം അതിന്റെ കാര്യം. ഓക്കെ.